ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്രീൻ പീസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ? വായോ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാനൊരു 3 പച്ചമുളകാണ് ചെറുതായിട്ട് കീറി ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു 1.5 സവാള കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയാണ് ഇതിനകത്തേക്ക് അരിഞ്ഞിടാൻ പോകുന്നത്. അപ്പോൾ അധികമായിട്ട് നമ്മൾ സവാള ചേർക്കണ്ട, കാരണം അത് മധുരിക്കും. അപ്പോൾ അത് കാരണം ഞാനൊരു ചെറിയ 1.5 സവാളയാണ് ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ മസാലകളും ചേർത്തിട്ടാണ് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും നമ്മൾ ചില്ലി പൗഡറും ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്പൂണും അതിനകത്തേക്കിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതായത് ഇതിനകത്ത് ഇഞ്ചി ഞാൻ ചതച്ചാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഒരു 5-6 ഗാർലിക്ക് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഉള്ളിയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കടുകും കറിവേപ്പിലയും കൂടി താളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ തേങ്ങ, 2 ചെറിയ കൊച്ചുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ഏലക്ക ഇതെല്ലാം കൂടി ചേർത്ത് ഇവിടെ ഞാൻ അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് നമ്മൾ കടുക് താളിച്ച് വെച്ചില്ലേ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നോക്കുക. ഉപ്പ് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അത് നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് എടുക്കുക, അല്ല കുറച്ച് വെള്ളം ചേർത്താണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി അധികം വെള്ളം ചേർത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഗ്രീൻ പീസ് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.